വെള്ളാപ്പള്ളിയെ വിലക്കേണ്ടേ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളിയെ വിലക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. PC ജോർജിനെ പോലെ സംഘപരിവാറിലെ ചില നേതാക്കളെ പോലെ തന്നെ അപകടകാരിയായ വർഗീയ വിദ്വേഷം വിതയ്ക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിക്ക് പക്ഷേ മറ്റാർക്കുമില്ലാത്ത ഒരു പരിവേഷം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ലീഗും പ്രതികരിച്ചു മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. പക്ഷേ വളരെ ശക്തമായ പ്രതികരണങ്ങൾ വരേണ്ട ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മൈക്രോ ഫിനാൻസ് കേസൊക്കെ നല്ല ശക്തമായി ആ കേസ് മുന്നോട്ട് പോയിരുന്നത് VS-ന്റെ കാലത്താണ്. പിന്നീട് പിണറായി വിജയൻ വന്ന ശേഷം ആ കേസുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഒരു രീതി എന്ന് വെച്ചാൽ മകനെ അവിടെ BJP-യെ പിന്തുണയ്ക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, മോദിയെ പുകഴ്ത്താൻ മകൻ, ഇവിടെ CPM-നെ പുകഴ്ത്താൻ ഞാൻ മതി എന്ന രൂപത്തിൽ അവിടെയും ഇവിടെയും പറയും. മോദി നല്ല പ്രധാനമന്ത്രി, പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി, ഇതാണ് രീതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വെള്ളാപ്പള്ളിയെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഇതാദ്യമല്ല എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ നൌഷാദ് ഈ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരിച്ച ആളാണ്. ആ നൌഷാദിന്റെ കുടുംബത്തിന് സഹായം നൽകിയാണ് സർക്കാർ ചെയ്തത്. ആ സഹായത്തെയാണ് വർഗീയമായി കണ്ട് പ്രതികരിച്ചത്. അന്ന് പക്ഷേ പിണറായിയുടെ കാലത്ത് തന്നെ അന്ന് കേസെടുത്ത ശേഷം വെള്ളാപ്പള്ളി ഭയന്നു. കേസെടുത്ത ശേഷം വേഗം മാറ്റി നൌഷാദിനെ പുകഴ്ത്തിക്കൊണ്ട് അടുത്ത പ്രതികരണം നടത്തുകയും ചെയ്തു. ഇനി തോന്നുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വള്ളത്തിലും കാല് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നിലപാടുകൾ മാറ്റാൻ കഴിയുന്ന ഒരു നേതാവാണ്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയാണ് ഇവിടെ ശബരിമല പ്രക്ഷോഭം, ശബരിമല സമരങ്ങൾക്കൊക്കെ ശേഷം ഇവിടെ സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി നിശ്ചയിച്ചത്. അന്ന് തന്നെ വെള്ളാപ്പള്ളിക്ക് ആ സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയെ അങ്ങനെ നിശ്ചയിച്ച് എന്തുകൊണ്ടാണ്? അന്ന് CPM-നെ സംബന്ധിച്ച് ഈഴവ വോട്ടുകൾ പ്രധാനമാണ്. അപ്പോൾ ഈഴവ വോട്ടുകളുടെ താക്കോൽ വെള്ളാപ്പള്ളിക്കാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം വെള്ളാപ്പള്ളി ഓരോ തെരഞ്ഞെടുപ്പുകളിലും ചില നേതാക്കളെക്കെതിരെ വിമർശനം നടത്തി, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിട്ട് പല നേതാക്കൾക്കുമെതിരെ ഇയാളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ നേതാവ് ജയിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ ഭൂരിപക്ഷം വരുന്ന ഈഴവർ അവർ വെള്ളാപ്പള്ളി അനുസരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ട്. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനും ആലോചിക്കാനും രാഷ്ട്രീയ ബോധവുമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ഈഴവ വോട്ടുകളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഈഴവ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ച CPM-നുണ്ടായത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പ്രതികരിക്കുമ്പോൾ അതിൽ ഈഴവ വോട്ട് ചോദനയെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്ന ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങിയതിനെക്കുറിച്ചൊക്കെ വളരെ ശക്തമായി തന്നെ MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അതിലപ്പുറമുള്ള നടപടികളിലേക്ക് കടക്കാൻ, പ്രതികരണങ്ങളിലേക്ക് കടക്കാനൊക്കെ എത്രത്തോളം കഴിയും? കാരണം ഈഴവ വോട്ട് വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ടാകാം. ഒരുപക്ഷെ അതാണ് കരുതുന്നതെന്ന് ഞാൻ കരുതുന്നു. വെള്ളാപ്പള്ളിയുടെ നിലപാട് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഈഴവ വോട്ടുകൾ പോയിട്ടുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഈഴവ വോട്ടർമാർക്കുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അതോടൊപ്പം തന്നെ ഈ CPM-ന് വോട്ട് ചോർച്ച ഉണ്ടായെടുത്ത സ്ഥലങ്ങളിലൊക്കെ BJP-ക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന BDJs കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് BJP പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ആ ഭാഗങ്ങളിലൊക്കെ വോട്ട് കൂടിയത്. അങ്ങനെ വോട്ട് കൂടിയ കണക്കൊക്കെ കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ആരിഫിന്റെ വോട്ട് 8.76% കുറഞ്ഞത്. അതായത് 40.96 നിന്നും 2019 കിട്ടിയതാണ് 32.25% കുറഞ്ഞു. ശോഭാ സുരേന്ദ്രനാകട്ടെ 28%-ലധികം വോട്ട് നേടിയിരിക്കുന്നു. 2019 KS രാധാകൃഷ്ണൻ നേടിയത് വെറും 17.24%. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാനൊക്കെ വെള്ളാപ്പള്ളി പോയിട്ടുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെതായി വോട്ട് നേടാനുള്ള കഴിവുണ്ട്, അത് വെള്ളാപ്പള്ളിയുടെ കഴിവുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. കേസ് എടുക്കാൻ ഉള്ള നിലപാടിലേക്ക് ഇടത് സർക്കാർ പോകേണ്ടതുണ്ട്. അങ്ങനെ കേസെടുത്ത ചരിത്രവും അതിശക്തമായ വർഗീയ പരാമർശങ്ങൾക്ക് അതിശക്തമായ നിലപാടുകളെടുത്ത ചരിത്രവും ഇടത് സർക്കാരുകളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഈ പറഞ്ഞ കുമാരനാശൻ്റെയും ഒക്കെ പിൻഗാമിയായി എത്തിയിരിക്കുന്ന വെള്ളാപ്പള്ളി, അദ്ദേഹം സ്വയം ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം സ്വയം കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അപരമത വിദ്വേഷമാണ് അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പറയുന്നത്. ഇവിടെ പള്ളികൾ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അവിടെ പറയുന്നിടത്താണ് ഇവിടെ മുസ്ലിം വിരുദ്ധ പരാമർശം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും മലപ്പുറത്ത് നിലമ്പൂരിൽ പോയി അവിടെയുള്ള ഈഴവരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തിരിഞ്ഞു പോകുന്നവരല്ല ഈഴവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാകും. അവിടെ ഇടതുപക്ഷം
മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണോ യഥാർത്ഥത്തിലുള്ളതെന്ന് CPM പരിശോധിക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം ആദ്യം വരേണ്ടത് CPM-ൽ നിന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന AYF-ന്റെ പ്രതികരണമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വന്നു എന്ന് തോന്നുന്നു. CPM-ന്റെ പ്രതികരണം ഞാൻ കണ്ടില്ല ഇതുവരെ. കോൺഗ്രസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി എന്ന നേതാവിനെ കോൺഗ്രസ് അങ്ങനെ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന് വെള്ളാപ്പള്ളിയുടെ പിന്തുണ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അടുപ്പം ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടുണ്ട്. ലീഗ് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട് നോക്കൂ. മലപ്പുറവുമായി ബന്ധപ്പെട്ടപ്പോൾ വെള്ളാപ്പള്ളി മാത്രമല്ല, നേരത്തെയും പല നേതാക്കളും പ്രതികരണം നടത്തിയെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് ഒരു ഉപതെരഞ്ഞെടുപ്പ്, മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഘട്ടത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ്, അത് മതന്യൂനപക്ഷ വർഗീയതയുടെ ശക്തീകരണം വരുന്ന മേഖലയാണ് എന്ന് പറഞ്ഞത് 2017 മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയ പ്രതികരണമാണ്. അങ്ങനെ ഒരു പ്രതികരണം CPM-ലെ ചില നേതാക്കളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ VS പോലും നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നതാണ്. അവിടെ വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിന്നിരുന്ന ഒരു ജില്ല വളരെ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠനത്തിൽ വളരെയധികം മുന്നോട്ട് വരുന്നു. എൻട്രൻസ് പരീക്ഷാ ഫലത്തിലൊക്കെ അവർ മുന്നോട്ട് വന്ന ഘട്ടത്തിൽ VS ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കോപ്പി അടിച്ച് പാസ്സായതാണ്. അന്ന് വലിയ ശക്തമായ വിമർശനമുയർന്നു, വലിയ പ്രതികരണങ്ങൾ അന്ന് രാഷ്ട്രീയമായി ഉയർന്നു. പക്ഷേ അതും ഇതുമായി താരതമ്യം ചെയ്യല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, സാമുദായിക നേതാവ് തുടർച്ചയായി ആ സമുദായ നേതാവ് എന്ന രൂപത്തിൽ കാണിക്കേണ്ട പക്വത കാണിക്കാതെ അപരമത വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും അതിൽ നടപടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ PC ജോർജുമായി ബന്ധപ്പെട്ട് 2 തവണ കേസെടുത്തു. PC ജോർജ് 2 തവണ ജയിലിൽ പോയി. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടും ഈ പ്രതികരണത്തിൽ ശക്തമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. വെള്ളാപ്പള്ളി വിലക്കേണ്ടതുണ്ട്. Meet the editors.